ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇൻഫാക്ട് ഒരു ബിയർ ലവറിന് ബിയർ എൻജോയ് ചെയ്യാൻ പറ്റണം. മ്യൂസിക് പോലെ ഇറ്റ് ഗ്രോസ് ഓൺ ടു യു. എന്തുകൊണ്ട് വൈ കാൻ ബി ഹാവ് ദിസ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ? അപ്പോൾ ആരും ഹൈനിക്കൻ ഡച്ച് ബിയർ ആണെന്ന് പറയുന്നില്ല. കിങ് ഫിഷർ എഴുതുമ്പോൾ അതിൽ റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലാഗർ. നമ്മളത് ഇന്ത്യനൈസ് ചെയ്ത് കുറയ്ക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒതുങ്ങാൻ നോക്കുകയാണ്. വി തോട്ട് ലൈക്ക് ആസ് എ മലയാളി വൈ ഡോണ്ട് വി ടേക്ക് ഇറ്റ് ഗ്ലോബൽ? പറഞ്ഞ പോലെ ലാഗറാണ് ഞങ്ങൾ ഇറക്കിയിരുന്നത്, വിച്ച് ഇസ് 4.8% ആൽക്കഹോൾ. ഒരു മലയാളി ഇത് കുടിക്കുകയായിരുന്നില്ല. ചേട്ടാ ഇതിലും ഭേദം വെള്ളം കുടിക്കുന്നതല്ലേ. യക്ഷിയെ കുറിച്ച് പറയൂ. അപ്പോൾ അങ്ങനെ പാലക്കാട് എന്നുള്ള ആസൻസ് നോക്കുമ്പോൾ ആ യക്ഷി എന്നുള്ള സ്കൾപ്ചർ ഓർമ്മ വരും, മലമ്പുഴ എന്നുള്ളത്. ടെക്നിക്കലി ബിയറിൻ്റെ ആവാഹിച്ചെടുക്കുകയാണല്ലോ. ആവാഹിച്ചെടുത്ത് കുപ്പിയിലാക്കുന്ന സ്പിരിറ്റ് എന്നുള്ളതുകൊണ്ടാണ് ആ യക്ഷി എന്നുള്ള പേരിലേക്ക് എത്തിയത്. ഒന്ന്, ഞാൻ പേഴ്സണലി കഴിക്കില്ല. ഐ ഹാവ് നെവർ ഹാഡ് ആൽക്കഹോൾ ഇൻ ലൈഫ്. ലാലേട്ടൻ്റെ ഒട്ടുമിക്ക എല്ലാം ഞങ്ങൾ കോപ്പി ചെയ്തു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മറ്റൊരു അഭിപ്രായത്തിൻ്റെ മുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ പോകുന്നത്, എസ്പെഷ്യലി ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ. എൻഡ് ഓഫ് ദി ഇയർ നമ്മളൊരു വോഡ്ക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസ് തുടങ്ങാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലർക്കത് പാരമ്പര്യമായിട്ട് കിട്ടും, ചിലർക്കത് ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അങ്ങനെ പുറത്തു പോയി, അതായത് പോളണ്ടിൽ പോയി ബിസിനസ് ചെയ്ത് സക്സസ് ആക്കിയ 2 മലയാളികളാണ് എൻ്റെ കൂടെ ഉള്ളത്. മലയാളി ബിയറിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള സർഗീസ് കുമാരൻ ആൻഡ് ചന്ദ്രമോഹൻ നെല്ലൂർ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കണം. ഫൈനലി ഇൻ കേരള. ഇന്ന് കൊച്ചിനിൽ ഇന്നാണ് ആക്ച്വലി കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഫ്ലോറിൽ നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റ് വെച്ചതും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ അത് കഴിഞ്ഞ് നേരിട്ട് ഇവിടെ വരികയാണ്. സോ ആ ഒരു ഹൈപ്പ്, ഇപ്പം ആ ഒരു ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്, ലൈക്ക് റിയലി ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീലിംഗ്. യെസ്, എന്താണ് മലയാളി ബിയർ? അത് കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിപ്പോൾ കേരളത്തിലേക്ക് വരുന്നു, പോളണ്ടിൽ ഭയങ്കര ഹിറ്റായി, മറ്റു രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്തു. ശരിക്കും മലയാളികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് മലയാളി ബിയർ എന്ന് പറയുന്നത്? ഏത് ബിയറും പോലെ ഇറ്റ് ഇസ് അഗെയിൻ എ റെഗുലർ ബിയർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അതിൽ പല വേരിയൻസ് ഉണ്ട്. ലൈറ്റ് ലാഗർ ഉണ്ട്, സ്ട്രോങ് ബിയർ ഉണ്ട്, ആൻഡ് നോൺ ആൽക്കഹോളിക് ബിയർ ഉണ്ട്. പലരും അത് റിയലൈസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ അധികം ഇന്ത്യൻ ബ്രാൻഡ്സ് അത് ചെയ്യുന്നില്ല. അതും സ്പെസിഫിക്കലി 0.0 മലയാളി എന്നൊരു പേരുള്ള ബിയർ ബ്രാൻഡാണ് ആക്ച്വലി യൂറോപ്പിലാണെങ്കിലും ദി ഓൺലി ബിയർ ബ്രാൻഡ്, ഇന്ത്യൻ ബിയർ ബ്രാൻഡ് 0.0 ആൻഡ് സ്ട്രോങ് ആണെങ്കിലും യൂഷ്വലി സ്ട്രോങ് ബിയർ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കിക്ക് കയറും. ഞങ്ങൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇൻഫാക്ട് ഒരു ബിയർ ലവറിന് ബിയർ എൻജോയ് ചെയ്യാൻ പറ്റണം. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ആൽക്കഹോൾ കയറുള്ളൂ. സോ അതൊരു മ്യൂസിക് പോലെ ഇറ്റ് ഗ്രോസ് ഓൺ ടു യു. ആൻഡ് ലൈറ്റ് ലാഗർ എന്നുള്ളത് ഇറ്റ്സ് പ്രോബബ്ലി ദ സ്മൂത്തസ്റ്റ് ലാഗർ ഇൻ ദ വേൾഡ്. നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും യു വിൽ നോട്ട് ഫീൽ ഹെവി, ബർപ്പിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ആൻഡ് ദിസ് ഇസ് വാട്ട് മലയാളി ബിയർ ഇസ്. ആ ഒരു യുണീക്നെസ് കൊണ്ടാണ് ആ ബിയർ സക്സസ്ഫുൾ ആയത്. ആൻഡ് നെയിം ഒബ്വിയസ്ലി ഇപ്പോൾ യൂറോപ്പിൽ മലയാളി എന്ന് പറഞ്ഞൊരു ബിയർ വന്നാലും യൂറോപ്യൻസിന് അത് അറിയണമെന്നില്ല. ഇത് കനോട്ട് റിലേറ്റ് ഏത് കൺട്രി ആണെന്നുള്ളത്. അത് ആ ക്വാളിറ്റി കൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ആക്ച്വലി നല്ലതായതുകൊണ്ട് പിക്കപ്പ് ചെയ്തു. പക്ഷേ മലയാളി എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് ഇത്രയും രാജ്യങ്ങളിലേക്ക് ഒരു ഇപ്പം നമ്മളിത് 18th മാർക്കറ്റാണ്, ഇത്രയും എക്സ്പാൻഡ് ചെയ്യാൻ ആ പേരിൻ്റെ ബലം കൊണ്ടാണ് പറ്റിയത്. ദാറ്റ് ഈസ് മലയാളി ബിയർ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഒരു 2.5 years ടൈമിൽ നമ്മൾ ഒറ്റ സിംഗിൾ പ്രോഡക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാഗറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ പ്രോഡക്റ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ 3 to 4 പ്രോഡക്ട്സ് ഇല്ലെങ്കിൽ 5 പ്രോഡക്ട്സ് എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ വരുന്നു. അതുപോരാത്ത തന്നെ മൾട്ടിപ്പിൾ SKUs. ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ പവർ എന്നുള്ള പേര് നമ്മൾ 3 SKUലാണ് വരുന്നത്. ബോട്ടിലും വരുന്നു, 2 ക്യാൻസിലും വരുന്നുണ്ട്. അതുപോരാത്തതിന് നമ്മൾ ആ ഒരു സിംഗിൾ പ്രോഡക്റ്റ് സിംഗിൾ ബ്രൂവറിയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് 5 countries 9 different breweries നമ്മളിപ്പോൾ ബ്രൂ ചെയ്യുന്നു. ഓക്കെ, ഞാൻ കേട്ടത് വെച്ചിട്ട് പറയുകയാണ്, നിങ്ങളൊരു പെട്ടെന്ന് അതായത് ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ട് അവിടെ നിന്ന് ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് മാർഗം എന്നുള്ള രീതിയിൽ ബിയർ എന്നുള്ളതിലേക്ക് എത്തിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റഷ്യ-യുക്രൈൻ വാറിൻ്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ ശരിക്കും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്? ഐ മീൻ ലൈക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റക്കല്ല കൺസൈൻമെൻറ്റ്. ഇൻഫാക്ട് ഒരു 4 ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഷിപ്പ് ഡോക്ക് ചെയ്യാൻ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഷിപ്പ് ഡോക്ക് ചെയ്യാൻ. പക്ഷെ ആ യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് ഡോളറിൻ്റെയും പോളണ്ട് കറൻസിയുടെയും പ്രൈസ് വല്ലാതെ വേരി ചെയ്തു. ആ സമയത്തുള്ള അൺസർട്ടനിറ്റികൾ ഇപ്പം 1:3 എന്നുള്ളത് 1:6 ആയ സമയത്ത് ആ ഡീല് മുന്നിലേക്ക് പോയില്ല. അതിൽ നിന്നും പിന്നെ ഈ വന്ന കാര്യം എന്ത് ചെയ്യും എന്നുള്ളത് അവലായിരുന്നു. അതെന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഇതിലാണ് നമ്മൾ പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അഗൈൻ മലയാളി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു വേർഡിനൊരു ബ്രാൻഡാക്കി മാറ്റുന്നത്, ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ഇടുന്നതും, അതിന് നമ്മുടെ ഡിസ്കഷനിൽ വരുമ്പോൾ ഒരു സൈഡിൽ മലയാളി എന്ന് പറയുമ്പോൾ ഒരു ആസ് എ ബ്രാൻഡ് നെയിം ഒരുപാട് സില്ലബിൾസ് ഉണ്ട്. എങ്കിലും അതിൻ്റെ മറുഭാഗത്ത് ഒരു സ്ട്രോങ് ഇമോഷനാണ്. അത് പിന്നെ
ആ ഒരു ഇമോഷൻ ഈ ബ്രാൻഡ് നെയിമിന്റെ കുറച്ച് ഒരു എന്താ ഒരു ഡൗൺ സൈഡിന് ഒരുപാട് അത് പോസിറ്റീവ് ആക്കി. അതെ അതെ. നമ്മൾ അതിലോട്ട് ഒരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ എടുത്തു ചാടുന്നു. ഇപ്പോൾ ഒരുപാട് അവൽ കെട്ടിക്കിടക്കുക, അപ്പോൾ അതിൻ്റെ ഒരു പാരലൽ ഓപ്ഷൻസ് ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ആ ടൈമിൽ അത് കത്തണമല്ലോ. അപ്പോൾ നിങ്ങൾ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആലോചിച്ചു? ഇപ്പോൾ ബിയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും സാധ്യതകളൊക്കെ ആലോചിച്ചോ ഇതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ? ഒബ്വിയസ്ലി അവൽ യൂസ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഒരു റിസർച്ച് നടത്തിയിരുന്നു ലിറ്ററലി. അപ്പോൾ ആദ്യം നമ്മൾ പെറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിലാണ് അപ്രോച്ച് ചെയ്തിരുന്നത്, പെറ്റ്സിന് ഇത് ഫുഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അവരുടെ ഫുഡിനുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസും ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടേക്ക് അറൗണ്ട് 9 months. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് സേഫ് ആണ്, യൂസബിൾ ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് അത്ര ഡിലേ ആവുന്നുള്ളത് കൊണ്ട് തന്നെ ഹെൽത്ത് ബാർസിൻ്റെ, പക്ഷേ അവരുടെ കൺസംഷൻ യൂസേജ് കുറവാണ് ഈ റൈസ് ഫ്ലേക്സിൻ്റെ ഉള്ളതുകൊണ്ട്. തേർഡ് ഓപ്ഷനാണ് ബിയർ. ആൻഡ് താങ്ക്സ് ടു ഗൂഗിൾ അതിൽ കൊമ്പൻ എന്ന് പറഞ്ഞ ബിയർ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ രീതിയിലാണ് ബിയറിനെ കുറിച്ച് ചിന്തിച്ചത്. ആൻഡ് ഇൻഫാക്റ്റ് ഇപ്പം നമ്മൾ മലയാളിയെക്കുറിച്ച് പറയുമ്പോഴും ബിഫോർ മലയാളി കാലിക്കറ്റ് 1498 എന്ന് പറഞ്ഞൊരു ബിയർ പോളണ്ടിലുണ്ട്. അതും വേറൊരു മലയാളിയുടെ. അപ്പോൾ ആ വ്യക്തിയുടെ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ബിക്കോസ് ഹി വാസ് ഓൾറെഡി ഇൻ ടു ബ്രൂവറീസ്. അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ഓപ്ഷനിൽ നിന്നും അവർ പറഞ്ഞാണ് 4000 ലിറ്റർ മിനിമം നിങ്ങൾക്ക് ബ്രൂ ചെയ്യണം, ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ ബിയർ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. ഇനീഷ്യലി 8000 ബോട്ടിൽസ് ബ്രൂ ചെയ്ത ബ്രൂവറിയുടെ പേര് വെച്ച് തന്നെയാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയത്. ഇപ്പോൾ സഡനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഇത് വേറെ രാജ്യമാണ്, അവിടുത്തെ ഒരു ബിസിനസ് പരിപാടികളൊക്കെ കുറിച്ച് നമുക്ക് എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നേരിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു ആക്ച്വലി? പോളണ്ട് എന്നുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നവരും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ഒരുപാട് ഇതുപോലെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ലൈസൻസിങ്ങും ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ തന്നെ ഡിജിറ്റലി തന്നെ മനസ്സിലാക്കി, ഭാഷ അറിയണമെന്നേ ഉള്ളൂ, പക്ഷെ കുറേ കാലം നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. ബ്യൂറോക്രസി കമ്മിയാണ്, പിന്നെ കോസ്റ്റും അങ്ങനെ ഹെവി അല്ല. ഞങ്ങളാരും ഒരു ഓഫീസിലും പോയിട്ടില്ല, ഇതിന് പേപ്പർ വർക്ക്സിൻ്റെ ഒരു ഓഫീസും പോയിട്ടില്ല. ബെഡ്റൂമിലിരുന്ന് ഫോം ഫില്ല് ചെയ്ത് അതയച്ച് വെയർ ഹൗസിൻ്റെ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി മാത്രം ഒരു വെയർ ഹൗസിൽ കോൺട്രാക്ട് ചെയ്യിച്ചു. ആൻഡ് ഇന്ത്യൻ രൂപ ഒരു 85,000 to 90,000 rupees. അതാണ് ലൈസൻസ് ഫീ. എൻറ്റയർ യൂറോപ്പ് നമുക്ക് വിൽക്കാം. പിന്നെ നമ്മൾ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കോൺസെപ്റ്റ് എങ്ങനെ അപ്പീലിംഗ്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടല്ലോ മാർക്കറ്റിൽ, ഹൺഡ്രഡ്സ് ഓഫ് ബ്രാൻഡ്സ്. എങ്ങനെ സെല് ചെയ്യും എന്നുള്ളതാണല്ലോ. ഒന്ന് ബ്രാൻഡ്, സെക്കൻഡ് ദ ഹോൾ തിങ് സെല്ലിങ്. എങ്ങനെ സെല് ചെയ്യും, എന്തുകൊണ്ട് ഒരാൾ ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് മേടിച്ച് കുടിക്കണം. പിന്നെ തേർഡ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇസ് ഓൾവേസ് ലോജിസ്റ്റിക്സ്, എങ്ങനെ എത്തിക്കും എന്നുള്ളത്. ആ 3 പോയിന്റ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗമാണ് അവിടെ, ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കോമേഴ്സ്. സോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് തന്നെ ലിറ്ററലി കമ്പനീസിനെ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുവരിക, അതേപോലെ യൂറോപ്യൻ കമ്പനീസ് ടു ഇന്ത്യ. അപ്പോൾ ആ ഒരു കമ്പനി സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളും ഓൾറെഡി എനിക്ക് അതിന് നോളജ് ഉണ്ടായിരുന്നു, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതും. കൂടാതെ ചേംബറിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിൻ്റെ വരുന്ന സമയത്തും ലൈസൻസിങ്ങിൻ്റെ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഇൻഫാക്ട് 3 weeks, ദാറ്റ് ഈസ് ഹാർഡ്ലി ടുക്ക്. ഫസ്റ്റ് പോളണ്ട് തന്നെയായിരുന്നില്ലേ? ഫസ്റ്റ് പോളണ്ട്, അതും വാർസോ, ക്രാക്കോ, കുഞ്ഞു കുഞ്ഞു സിറ്റിയിൽ മാത്രം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ മലയാളി എന്നൊരു ബ്രാൻഡായിട്ടല്ല ആദ്യം വിറ്റിരുന്നത്. ആ ഏത് ബ്രൂവറി ആണോ ബ്രൂ ചെയ്യുന്നത് അവരുടെ സ്റ്റിക്കറിൽ തന്നെ എടുത്തിട്ടാണ് നമ്മൾ സാമ്പിൾ ചെയ്ത് തുടങ്ങിയിരുന്നത്, തീർക്കാൻ വേണ്ടി. ബിക്കോസ് ആ സമയത്ത് ഇതൊരു ബിസിനസ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ, അവന്റെ ഇഷ്യൂ തീർക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് പോലും ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ അതിൽ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ബിസിനസ് ആക്കിക്കൂടാ, വൈ ഡോണ്ട് യു കം ഔട്ട് ആസ് എൻ ഇന്ത്യൻ ബ്രാൻഡ്. ഓൾറെഡി മാർക്കറ്റിൽ ഒരു 7 ഇന്ത്യൻ ബ്രാൻഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഇന്ത്യൻ പേരിട്ടിട്ട് കൊണ്ട് വെക്കുകയായിരുന്നെങ്കിൽ അത് പറഞ്ഞ പോലെ 8ാമത്തെ ബ്രാൻഡായി മാറും. ഞാൻ ഇന്ത്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അവിടുത്തെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ്. അപ്പോൾ അവർക്കൊരു വേർഡ് കേൾക്കുമ്പോൾ അതൊരു കൺട്രി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ വേറെ ആണോ എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഈ മലയാളി എന്നിടുമ്പോൾ മലയാളി എന്നുള്ളത് അവർക്കൊരു കാൾസ്ബർഗ് ഹൈനിക്കെന്ന് വായിക്കുന്ന പോലെ ഒരു പേരാണ്. ഇല്ല. സോ അപ്പം നമ്മൾ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ്, എന്തുകൊണ്ട് വൈ കാൻ വി ഹാവ് ദിസ് ഇന്റർനാഷണൽ എക്സ്പോഷർ. അപ്പോൾ ആരും ഹൈനിക്കൻ ഡച്ച് ബിയർ ആണെന്ന് പറയുന്നില്ല, ഇറ്റ്സ് ഇന്റർനാഷണൽ ലാഗർ. കാൾസ്ബർഗിന് സ്ഥിതി ഇത് തന്നെയാണ്. കിങ് ഫിഷർ എഴുതുമ്പോൾ അതിൽ റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലാഗർ. നമ്മളത് ഇന്ത്യനൈസ് ചെയ്ത് കുറയ്ക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒതുങ്ങാൻ നോക്കുകയാണ്. സോ വി തോട്ട് ലൈക്ക് ആസ് എ മലയാളി വൈ ഡോണ്ട് വി ടേക്ക് ഇറ്റ് ഗ്ലോബൽ. ഞാൻ ചിന്തിച്ച വേറെയാണ്, പക്ഷേ ഇപ്പോൾ പോളണ്ടിലെ മലയാളികളെ ടാർഗറ്റ് ചെയ്തിട്ടാണോ അങ്ങനെ? അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. 100%. ഈ ആദ്യത്തെ പറഞ്ഞ പോലെ ലാഗറാണ് ഞങ്ങൾ ഇറക്കിയിരുന്നത്, വിച്ച് ഇസ് 4.8% ആൽക്കഹോൾ. ഒരു മലയാളി ഇത് കുടിക്കുകയായിരുന്നില്ല. ഇൻഫാക്ട് അവർ ക്രിട്ടിക്സ് ആയിരുന്നു, ചേട്ടാ ഇതിലും ഭേദം വെള്ളം കുടിക്കുന്നതല്ലേ, 4.8 എന്താണ് അതിൻ്റെ അർത്ഥം? മലയാളികൾ കുടിയന്മാരാന്നല്ല, ഇനിയിപ്പോൾ അത് ചിന്തിക്കേണ്ട. പക്ഷേ
അത് മലയാളികൾ തന്നെയല്ല, ഞങ്ങൾ അപ്പോഴാണ് ശരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഡയസ്പോറ പൊതുവേ ഈ റെസ്റ്റോറൻറ്റ്സ് പോകുമ്പോൾ യൂറോപ്യൻ ബിയേഴ്സ് അധികം കൺസ്യൂം ചെയ്യാറുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇവിടെയൊക്കെ ഒരു ആവറേജ് 6+ ആണ് ബിയർ. സോ അപ്പോൾ അത് ആ ഒരു കുടിച്ച് വന്ന അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ABV ഉണ്ടായിരുന്ന ബിയേഴ്സ് കഴിച്ചവർക്ക് അതിലും കുറച്ചേക്കും നോട്ട് എൻജോയ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ പവർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ ദാറ്റ് വൈ നോട്ട് ഗിവ് എ ഹയർ എൻഡ്. ഓക്കെ, പവർ എത്രയാണ് വരുന്നത് അപ്പം? 7.5. ഇപ്പോൾ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് വളരെ സാധാരണമല്ലേ, അവരുടെ എല്ലാ സെലിബ്രേഷൻസിനും ഇവിടുത്തെ പോലെ അല്ല, ഭയങ്കര സാധാരണമാണ്. നിങ്ങളുടെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, നമ്മളിപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പോൾ പേരും ഒക്കെ മലയാളി എന്ന് പറയുന്ന പേര് വരുന്നു, അപ്പോൾ അതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ ഒരു ലോഗോയും പരിപാടിയും വന്നു. പക്ഷേ അതല്ലല്ലോ, നമുക്ക് ഇതിൽ സെല്ല് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് മുന്നിൽ കണ്ട വെല്ലുവിളി എന്തായിരുന്നു? ഇത് എങ്ങനെയാണ് നിങ്ങൾ സെല്ല് ചെയ്ത് തുടങ്ങിയത്? ഇതിന് നമ്മൾ ആ ടെക്നിക്ക് യൂസ് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കിയിരുന്നത് യൂറോപ്യൻ പ്രൊഡക്ട്സും പ്ലസ് ഇന്ത്യൻ റൈസ് ഫ്ലേക്ക്. അപ്പോൾ 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 കോണ്ടിനെൻസിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഒരു ഹൈബ്രിഡ് എന്നൊരു ഇതാണ്. അതേപോലെ ഇപ്പോൾ ഞങ്ങളാണെങ്കിലും വി ആർ മാരിഡ് ടു പോളിഷ് പീപ്പിൾ. സോ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന മിക്സ് കിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഇതിന് ആദ്യത്തെ ഈസ് ഓഫ് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അവിടെയുള്ള മിക്സ് കല്യാണങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നുണ്ട്, ഒരു രീതിയുണ്ട്. അപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ബ്രാൻഡ്സ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇൻഡോ പോളിഷ് വെഡ്ഡിങ്ങുകൾക്ക് പോയിട്ട് നമ്മൾ ബിയർ ഓഫർ ചെയ്യാറുണ്ടായിരുന്നു വിത്ത് അവരുടെ പേരിൻ്റെ സ്റ്റിക്കറും ആ ഡേറ്റും. സോ ഇറ്റ് ലുക്ഡ് മോർ ലൈക്ക് എ സോവനിയർ ബോട്ടിൽ. സോ ബാക്കിയെല്ലാം കുടിച്ച് ബിയർ കളയുമ്പോഴും ഈ ബോട്ടിൽ എടുത്ത് വീട്ടിൽ പോകാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്തതും അതേപോലെ ഒരു ഇൻഡോ പോളിഷ് വെഡ്ഡിംഗ് ആണ്. അന്ന് 150 ബോട്ടിലാണ് ആദ്യത്തെ വെഡ്ഡിംഗ് എന്ന് ചെയ്യുന്നത്. പക്ഷെ ആ വെഡ്ഡിംഗ് കഴിഞ്ഞതിന് ശേഷം വി ഡിഡ് അറൌണ്ട് 14 ഓഫ് ദം. ആ വെഡ്ഡിങ് കാരണം അതേ വെഡ്ഡിങ് പ്ലാൻസ്. പിന്നെ പോളിഷ് ആയിട്ടുള്ള കല്യാണങ്ങൾക്കും ബിയർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദി സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. കൂടാതെ നമ്മുടെ ഈ സ്പെസിഫിക് ആയിട്ട് അതിൽ മറ്റേ ആൾക്കാരുടെ പേര് എഴുതിയിട്ടും അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നത് വേറെ കമ്പനികൾ ചെയ്യാനാണ്. ബീങ് എ സ്മോൾ കമ്പനി ഇറ്റ് വാസ് ഈസി. ഞങ്ങൾക്ക് തന്നെ സ്റ്റിക്കർ മാറ്റി ചെയ്യായിരുന്നു. വെഡിങ് ആകുമ്പോൾ ബ്രൈഡിന്റെ ഗ്രൂമിന്റെയും പേര് കസ്റ്റം ലേബൽ ചെയ്യും, അവരുടെ പേരുണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വീടുകളിലേക്ക് പോവുകയും ചെയ്യും. ബിക്കോസ് അവരതിൽ ഡേറ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് എടുത്തോണ്ട് പോകും. സോ വി വർ റീച്ചിങ് ഹോംസ്. അപ്പോൾ അങ്ങനെയാണ് സെൽഫി എടുക്കും, ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും, ഇത് വെച്ചിട്ട് സെൽഫീസ് എടുക്കും. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത് പോളണ്ടിലാണെങ്കിലും പിന്നെ അതിന് നമ്മൾ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് യൂറോപ്യൻ ആൻഡ് ഇന്ത്യൻ കൊളാബറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. യൂറോപ്യൻ മോൾട്ടും ഹോപ്സും ഇന്ത്യൻ റൈസ് ഫ്ലേക്സും കൂടി ചേർന്ന് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ബിയർ, ഹൈബ്രിഡ് ബിയർ. അപ്പോൾ അത് ഒരുപാട് ലോക്കൽസിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതെന്താ ഈ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കുറേ ബ്രേക്ക് കിട്ടിയാവുന്നു. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെഫ് സഞ്ജീവ് കപൂർ അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഉണ്ടായിരുന്നു പോളണ്ടിൽ. സിംഗപ്പൂർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഹെഡ്ജ് ഫണ്ട് മാനേജറുടെ അവരുടെ ടീം വന്ന് അവിടെ ആ കല്യാണം നടത്തിയാലും അവർ ബിയർ വാസ് ചോസൺ ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതും അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജർ നമ്മളുടെ ബിയർ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് വേറൊരു ബിയർ സെലക്ട് ചെയ്യാനാണ് പോയത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് പ്രപ്പോസ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു ബിയർ, വൈ ഡോണ്ട് യു ട്രൈ. അത് ട്രൈ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സഞ്ജീവ് കപൂർ ബേസിക്കലി മാനേജ് ചെയ്യുന്ന ആ ഒരു വെഡിങ്ങിന് നമ്മുടെ ബിയർ അങ്ങനെ സെലക്ട് ആവും. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ ആ വെഡ്ഡിങ്ങിന് പോയി അല്ലെങ്കിൽ അവിടുന്ന് ഇത് ടേസ്റ്റ് ചെയ്ത ആരുടെങ്കിലും പേഴ്സണൽ റിവ്യൂസോ അങ്ങനെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഇത് മനസ്സിലുണ്ടോ? ആബ്സല്യൂട്ട്ലി. സി ആദ്യം തന്നെ ഒരു ഇതെന്താ വെച്ചാൽ ഒന്ന് ഞാൻ പേഴ്സണലി കഴിക്കില്ല. ഐ ഹാവ് നെവർ ഹാഡ് ആൽക്കഹോൾ ഇൻ ലൈഫ്. അത് കൊള്ളാം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മറ്റൊരു അഭിപ്രായത്തിൻ്റെ മുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ പോകുന്നത്, എസ്പെഷ്യലി ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ. സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ദാറ്റ് ഇപ്പം എന്തുകൊണ്ടാണ് പെട്ടെന്ന് മലയാളി അല്ലെങ്കിൽ ആ സമയത്തുള്ള ബിയർ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ വാസ് അതിൻ്റെ ആ ലൈറ്റ് ഫീലിങ്ങും ലൈറ്റ് ബോഡിയിലാണ്. സ്ത്രീകൾക്ക് ഇത് ഇഷ്ടമാണ് ബിക്കോസ് ഇറ്റ്സ് വെരി സൂപ്പർ ലൈറ്റ്. ആൻഡ് ഈ പറഞ്ഞ ബേർപ്പിംഗ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകൾക്കാണ് യൂഷ്വലി ഈ ബേർപ്പിങ്ങിൻ്റെ സമയത്ത് അവർക്കൊരു ചെറിയ ഹെസിറ്റേഷൻ വരുന്നത്. അപ്പോൾ ദിസ് വാസ് വെരി ഹെൽപ്ഫുൾ. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മളത് USP ആയിട്ട് വി സ്റ്റാർട്ടഡ് മാർക്കറ്റിംഗ് ഇറ്റ് ഔട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നത്. അപ്പം നമ്മൾ ആ ഈ പറഞ്ഞ വെഡ്ഡിങ് എന്നുള്ളത് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു കൂടാതെ നമ്മൾ വേറൊരു നോക്കിയിരുന്നത് ഇപ്പം ഒരു ലെറ്റ്സ് എ വോർസോയിൽ 144 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് അതിന് അവർ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. സോ നമ്മൾ നോക്കിയിരുന്നത് ആ ഒരു കോമൺ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന സെക്ഷൻസിലുള്ള റെസ്റ്റോറൻറ്റ്സ് എന്താണ്, ഫുട്ഫോൾ നോക്കിയിട്ട് ടോപ്പ് ആയിട്ടുള്ള 20-30 റെസ്റ്റോറൻറ്റ്സ് ചൂസ് ചെയ്തിട്ട് അവർക്ക് മാത്രം ആണ് സപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നത്. ആൻഡ് വി ക്രിയേറ്റഡ് എ നറേറ്റീവ് ദറ്റ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് ഫുഡ്, അതായത് ഫ്രഷ് ഫുഡ് സെല് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വയ്ക്കൂ എന്നുള്ളത്.
അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം അത് അങ്ങനെയായിരുന്നു പോയിരുന്നത്. ബിക്കോസ് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അത് മാർക്കറ്റ് ചെയ്തു നിങ്ങൾ ഈ കോട്ട് നിങ്ങളുടെ തീരുമാനം മാർക്കറ്റ് ചെയ്തു അല്ലേ? ബിക്കോസ് നിറയെ പേര് ചോദിക്കും, അയ്യോ ചേട്ടാ ഇവിടെ ഇല്ലല്ലോ മലയാളി, അവിടെ ഇല്ലല്ലോ മലയാളി. സോ നമ്മളത് സ്പെസിഫിക്കലി ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അഡ്വർടൈസ് ചെയ്തോ ശരിക്കും അത്? യെസ്. ഓക്കെ. അത് നെറേറ്റീവ് നമ്മൾ കൊടുക്കുന്ന നെറേറ്റീവിൽ നമ്മൾ ഇഫ് യു ആർ ഏബിൾ ടു ഫോളോ ത്രൂ, അതെ, അത് എവറിബഡി ഫീൽസ് ഇറ്റ്. അതെ. പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് ലെവലിൽ ആളുകളായിട്ട് ഒരുപാട് ഇടപെടുന്നു. നമ്മൾ ഒരിക്കലും ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് ഒരിക്കലും നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ സൈഡിലുള്ള ഒരു ബ്രിട്ടീഷ് ഐ തിങ്ക് 2 മെയിൽ ഫ്രണ്ട്സ് ആണ്. ഓക്കെ. നമ്മളെക്കാളും ഒരു 10-15 വയസ്സെങ്കിലും മൂത്ത ആൾക്കാരാണ്. അവര് ബിയർ വേറെ ഏതോ ബിയർ കഴിക്കുന്നു. അപ്പൊ അവിടെ നമ്മുടെ ബിയറും ഉണ്ട്. അപ്പൊ അവർക്ക് അറിയില്ല നമ്മുടെ ബിയറെ കുറിച്ച്. അപ്പൊ നമ്മുടെ ബിയർ അവർക്ക് ഓഫർ ചെയ്യാം. ചുമ്മാ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ടേബിൾ വി ഡോണ്ട് നോ ദാറ്റ്, അങ്ങനെ ഓഫർ ചെയ്യുന്നു. അപ്പൊ അവരും ഒന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് എന്തിനാ അവർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല, ഇങ്ങനെ ഒരു ബിയർ ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞ് അവർ ഓഫർ ചെയ്യുന്നു. പിന്നെ അവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അതിൽ അവരെ ഫീഡ്ബാക്ക് തന്നു. നമ്മളതിന് സ്പെഷ്യലി പറഞ്ഞ പോയിന്റ് ബർപ്പില്ല, ലൈറ്റാണ്. അവർ പറഞ്ഞു സാധാരണ അയാൾ ഒരു ബിയർ കുടിച്ച ശേഷം ഇന്ത്യൻ ഫുഡ് കഴിച്ച ശേഷം പിന്നെ അയാൾ കുടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾക്ക് ഫീൽസ് ഫുൾ. ഇതിൽ പുള്ളി വരുന്നു ഫുഡ് എൻജോയ് ചെയ്യാം, ബിയറും പുള്ളിക്ക് ലൈറ്റായി തോന്നുന്നു. ഈസ് നോട്ട് ബർപ്പിംഗ്, ഹി ക്യാൻ ഹാവ് അനദർ വൺ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു അവരോട് നമ്മൾ ഓണേഴ്സ് ആണെന്നുള്ളത്. അത് അവസാനം പറഞ്ഞു. പിന്നെ ഈ കസ്റ്റമറേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളെല്ലാ റെസ്റ്റോറൻറ്റും ഉണ്ടാവാറില്ലല്ലോ. കസ്റ്റമറേക്കാൾ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്നത് റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അടുത്താണ്. ബിക്കോസ് കസ്റ്റമർ അവിടെയാണ് ഫീഡ്ബാക്ക് പറയുന്നത്. സോ അവരുടെ അടുത്ത് കിട്ടിയ ആ ഒരു രീതിയും എല്ലാം ഇത് തന്നെയാണ്. ആൻഡ് ദെൻ ദേ പ്രിഫർ. അതുകൊണ്ട് തന്നെ മലയാളി എന്നുള്ള ഒരു ബിയർ അവർ വെക്കാൻ അവർ താല്പര്യം കാണിച്ചതിൻ്റെ കാരണം അതാണ്, നോട്ട് ബിക്കോസ് ഓഫ് ദ നെയിം അലോൺ. പിന്നെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടും ഒബ്വിയസ്ലി ദെൻ കംസ് ദി ഇമോഷൻ ആസ്പെക്ട്. മലയാളികൾക്ക് ആ ഇമോഷൻ ഹൈ ആയതുകൊണ്ടും പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടും ദേ സ്റ്റാർട്ടഡ് മാർക്കറ്റിംഗ്. കുറേ സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പ് നമുക്ക് ഇഷ്ടം പോലെ ബിക്കോസ് ഓഫ് മലയാളീസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും ഇറ്റ് വെൻ ഫോർവേഡ്. എത്ര കൺട്രീസിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിലേ ഉള്ളൂ. എന്നാൽ പോലും വി ആർ പ്രസന്റ് ഇൻ 18 കൺട്രീസ്, 18 ഇൻക്ലൂഡിംഗ് ഇന്ത്യ. ഇന്ത്യയിൽ കേരളത്തിൽ അല്ലാതെ വേറെ ഉണ്ടോ? ഇല്ല, കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിൽ മാത്രം. കേരളത്തിലൊന്നും പറയാൻ പറ്റില്ല, ഡ്യൂട്ടി ഫ്രീയിൽ മാത്രം. അതുകൊണ്ട് സ്പെഷ്യൽ മൊമെന്റ് ആണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരാണ്, നാട്ടിലാണ്, അതും കൊച്ചിയിൽ നമ്മൾ വരുന്നത്, അതും ഡ്യൂട്ടി ഫ്രീയിൽ വരുന്നു. ഞാൻ മുമ്പ് ഏതൊരു ഇന്റർവ്യൂവിൽ കണ്ടപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതൊരു ഡ്രീമാണെന്ന് പറയുന്നുണ്ട്. ഒരു 2 years ബാക്ക്. ഇപ്പൊ നമ്മളത് കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെ എത്തിച്ചു ഡ്യൂട്ടി ഫ്രീ വരെ? നിങ്ങൾ രണ്ടുപേരും വേറെ ജോലികളുള്ള ആൾക്കാരാണ്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് ജോലിയുള്ള ആളുകളായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് ബിസിനസ്സിലേക്ക് മാറിയോ? എങ്ങനെയാണ്? മോർലെസ് ഇത് മലയാളി തന്നെയാണ് ഫോക്കസ്. ഞാൻ ആക്ച്വലി അത് തുടങ്ങിയപ്പോൾ തന്നെ ഐ ലെഫ്റ്റ് എവറിത്തിങ് 2 years വിത്തൗട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഓർ എനിത്തിങ്. I was completely into this. Because അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ you will have to put the effort. You'll have to have a journey. അതിൻ്റെ സ്ട്രഗിൾസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇറ്റ് വെന്റ് ത്രൂ. പിന്നെ നമ്മുടെ ടീമിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ശേഷം തേർഡ് പാർട്ട്ണർ he joined our like team, yeah, so as a partner. അപ്പോൾ പുള്ളി ലോജിസ്റ്റിക്സും ഫൈനാൻസിലും ബിസിനസ് ട്രേഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 36 years. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് പല പല മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും നെഗോസിയേഷൻ ആയാലും ശരി, അതിൻ്റെ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, പുള്ളിയുടെ നോളജും. അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ട്ണർ. പിന്നെ ലാസ്റ്റ് ഇയർ നമ്മുടെ ഫോർത്ത് പാർട്ട്ണർ ഓൾസോ ജോയിൻ ആസ് എൻ ഇൻവെസ്റ്റർ. ഒരു 40 crore വാല്യുവേഷൻ വന്നു കമ്പനിക്ക്. സോ an investor came in. പിന്നെ we are now riding the wave on it. ഈ 2.5 വർഷം കൊണ്ട് ഇത്രയും ഈ ലെവലിലേക്ക് ഇത് വളരുമ്പോൾ എത്രത്തോളം സ്ട്രെസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കുകയാണ്? ടു ബി ഫ്രാങ്ക്, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. ബിക്കോസ് ഒന്ന് ഇപ്പം സ്ട്രെസ് എന്ന രീതിയിൽ എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതെ. നമ്മൾ സ്ട്രെസ് എടുത്താൽ ആ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഐ ടേക്ക് സ്ട്രെസ്. അത് ചേഞ്ച് ആവാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് സ്ട്രെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലാത്ത കാര്യങ്ങളില്ല. ഞാനീ പറഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിറ്റുവേഷൻസ് ഓൾ ദ ടൈം എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ലോജിസ്റ്റിക്സ് ഒക്കെ ആകുമ്പോൾ പല കാര്യങ്ങളും അത് ഇന്നലും പല ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഗ്രോറി റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും, ഓർഡേഴ്സ് റിലേറ്റഡ് ആയിരിക്കും, ഷിപ്മെന്റ്സ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻസ് മാറും. അത് കാരണം തന്നെ ഇപ്പോൾ 2-3 കൺട്രീസിൽ പല മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വന്നു. അതും ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇപ്പോൾ ഒമാനിൽ ലിറ്ററലി ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഡ്യൂട്ടി ഫ്രീ പോയാലും 1/2 ലിറ്ററിൻ്റെ ക്യാൻസ് ആണ് ഉള്ളത്. ഒമാൻ ഡ്യൂട്ടി ഫ്രീ ഓർഡർ ചെയ്തതും 1/2 ലിറ്ററിൻ്റെ ക്യാൻസ് ആണ്. പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ റൂള് മാറുന്നത്. ഇനി മുതൽ 1/2 ലിറ്റർ അവിടെ വെക്കാനേ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി 33.
ആൻഡ് 33 അതായത് ചെറിയ ക്യാനിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിയേഴ്സ് ഉണ്ടാവാറില്ല. യൂഷ്വലി ലൈറ്റ് ബിയർ ലൈക്ക് ഹൈനിക്കനോ കാൾസ്ബർഗ് ബിക്കോസ് വേറെ ആരും വെക്കാറില്ല. അപ്പോൾ അവിടെയും ഒമാനിലുള്ള ദേവ സ്ട്രെസ്ഡ് ബിക്കോസ് അവർ ഓർഡർ തന്നു ആൻഡ് എന്നിട്ട് ഇപ്പോൾ അവർ ഇങ്ങനെ സിറ്റുവേഷൻ എത്തി. സോ ദേവ വെരി ലൈക്ക് സോറി അങ്ങനെ. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല. സോ ദേവ ലൈക്ക് റിയലി ഷോക്ക്ഡ് ദ വേ വി അപ്രോച്ച്ഡ് ഇറ്റ്. ഞാൻ പറഞ്ഞ പോലെ ദാറ്റ് ഗിവ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങൾ 33 ചെയ്യാം. എങ്ങനെയാ സോൾവ് ചെയ്തത്? വി ഡിഡ് 33 CL. അടിപൊളി. നമ്മളത് മാറ്റി. അപ്പോൾ നമ്മൾ ഇൻ ടൈം അല്ല ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. ബേസിക്കലി ഡ്രാഗ് ഡൗൺ 2 months. പക്ഷേ ആ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സ്ട്രോങ് ആയിട്ടുള്ള ബിയർ 33 ചെയ്യുന്ന വേൾഡിൽ തന്നെയുള്ള എല്ലാ ഡ്യൂട്ടി ഫ്രീ നോക്കുമ്പോൾ ഇറ്റ് ഇസ് മലയാളി. വി ആർ ബിക്കമിങ് ദ ഫസ്റ്റ് ബ്രാൻഡ് ടു ഡു ദാറ്റ്. സോ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. ആ ക്രൈസിസിൽ ബിക്കോസ് ഞങ്ങളുടെ ബിസിനസ് തുടങ്ങി തന്നെ ഒരു ക്രൈസിസിലാണ്. അതിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയവരാണ്. സോ എവറി ക്രൈസിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. നമുക്ക് അങ്ങനെ ഒരു SKU ഇല്ലല്ലോ. നമ്മളുടെ പോർട്ട്ഫോളിയോയിലും അതൊരു ആഡ് ഓൺ ആയിരിക്കും. 330 ml ക്യാൻസ്. വമ്പന്മാരുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ മലയാളി ബിയറും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ വൈ മലയാളി ബിയർ? വൈ നോട്ട് മലയാളി ബിയർ? ബിക്കോസ് ഇഫ് യു ക്യാൻ ചൂസ് എനി അതർ ബിയർ യു ക്യാൻ ചൂസ് അസ് വെൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് എല്ലാവർക്കും പുതിയ ഫോണ്, പുതിയ കാർ എല്ലാം ട്രൈ ചെയ്യുന്നില്ലേ? ആൻഡ് വാട്ട് യു ലൈക്ക് ഇസ് വാട്ട് യു ഗോയിങ് ടു ഹാവ്. സിമിലർലി ദർ ഇസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. പിന്നെ ഈ പറഞ്ഞതൊക്കെയാണ് USP. ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിയർ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല. സോ വി ആർ ലൈക്ക് എനി അതർ നോർമൽ ബിയർ. ഗിവ് us a chance as well. ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് മലയാളി ബിയറിൻ്റെ? ഇപ്പോൾ കറൻ്റ് നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ലാഗർ എന്നുള്ള ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോഡക്റ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ലാഗർ നമ്മൾ ചെക്ക് ലാഗർ സ്റ്റൈലിലാണ്. പിന്നെ ഈ പവർ എന്നുള്ളത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയർ 7.2 to 7.5 അതാണ് ബോട്ടിലും ക്യാൻസിലും വരുന്നത്. പിന്നെ നമുക്കൊരു നോൺ ആൽക്കഹോളിക് ബിയർ ഉണ്ട് 0.2 0.5. അതിപ്പോൾ നമ്മൾ സ്ലോലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 0.0 ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ഇപ്പോൾ ചന്തു പറഞ്ഞ പോലെ തന്നെ ആ ഒരു 0 ബിയർ ഇന്ത്യൻ ബ്രാൻഡ്സിന് ഇല്ല ടോട്ടലി മാർക്കറ്റിൽ. ഇപ്പോൾ മലയാളി ഹബീബി എന്നാണ് അതിൻ്റെ പേര്. അത് ജസ്റ്റ് നെക്സ്റ്റ് മന്ത് ലോഞ്ച് ആകും ഒഫീഷ്യലായിട്ട്. പ്രൊഡക്ഷൻ കഴിഞ്ഞു, ഓൺ ദ വേ ടു ദ മാർക്കറ്റ്. പിന്നെ നമ്മൾ അതല്ലാതെ എൻഡ് ഓഫ് ദി ഇയർ നമ്മളൊരു വോഡ്ക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ 1-2 പ്രോഡക്ട്സും കൂടെ ഉണ്ട്. പക്ഷേ പ്രൈമർലി 3 കറൻ്റ്ലി എക്സിസ്റ്റിംഗ്. പിന്നെ നമ്മൾ കുറേ ഫ്ലേവറിങ് ആയിട്ട് അതിപ്പോൾ ഫ്രൂട്ടിൻ്റെ ആ ഫ്ലേവർ ഈ ഫ്ലേവർ അങ്ങനത്തേലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ ആ ഒരു ഡിസൈൻ ചെയ്ത ഹോൾ സ്ട്രക്ചർ ഫണ്ട്സ് ഇൻ ടു ബിസിനസ് കാൾസ്ബർഗിൻ്റെ പോലെയാണ്. കാൾസ്ബർഗിന് ഇപ്പോൾ ലൈറ്റ് ലാഗർ ഉണ്ട്, സ്ട്രോങ് ലാഗർ ഉണ്ട്, 0.0 ഉണ്ട് ഫോർ ഓൾ ദി ഇയേഴ്സ്. ഹൈനിക്കൻ സിമിലർ. ഞങ്ങളും അതേ രീതിയിൽ തന്നെ പോകുന്നുള്ളൂ. വേറെ കുറേ ആഡ് ചെയ്ത് കാനിബലൈസ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല, സ്വയം പ്രൊഡക്ഷനെ തന്നെ. പിന്നെ ഈ ഫ്ലേവറിങ്ങിൻ്റെയും ഇപ്പോൾ ഈ നോൺ ആൽക്കഹോളിക്കിനാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവേഴ്സ് വരുന്നത്. പലർക്കും പലതും ഇഷ്ടമായിരിക്കും. ഞങ്ങളുടെ കോൺസെപ്റ്റ് നേരെ തിരിച്ചാൽ ഇറ്റ്സ് എ പ്യുവർ മാൾട്ട് ബെവറേജ്, നോട്ട് ഈവൺ എ ബിയർ, ഇറ്റ്സ് എ മാൾട്ട് ബെവറേജ്. അതിൽ നിങ്ങൾക്ക് ലൈം ആണോ, യു ക്യാൻ പോർ ലൈം എസെൻസ് ഇൻ ടു ഇറ്റ്. നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ആണോ, യു ക്യാൻ മിക്സ് എ ഫ്രൂട്ട് ഡ്രിങ്ക് വിത്ത് ഇറ്റ്. സോ കൺസ്യൂമർക്കാണ് അതിൻ്റെ പവർ. നിങ്ങൾ ഇതേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് യു ഹൂസ് ഗോയിങ് ടു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ഡ്രിങ്ക്. കസ്റ്റമൈസ് ചെയ്യാം. എക്സാക്ട്ലി. ഈ കേരളത്തിൽ ഓൾ ഓവർ കേരള എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പ്ലാനോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ടു ബി ഫ്രാങ്ക്, ഇന്ത്യ എന്നൊരു മാർക്കറ്റിലേക്ക് ഇപ്പോൾ നോക്കിയിട്ടേ ഇല്ല. ബിക്കോസ് ഒന്ന് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ റീജിയൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഉള്ള സ്പേസിലും യൂഷ്വലി ഇപ്പോൾ ഇന്ത്യയിലേക്ക് എൻട്രി ആവാൻ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലൈസൻസ്. പിന്നെ അതേപോലെ ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ലോ ആണ്. പിന്നെ ഇവിടെ വന്ന് നിന്ന് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കുറേ പഠിക്കാനുണ്ട്. ഓഫീസുകൾ കയറി ഇറങ്ങണം. യെസ്. അപ്പോൾ ആ ടൈം നമ്മളിപ്പോൾ അതിന് ഫോക്കസ് ചെയ്യാതെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇഷ്ടംപോലെ ഇന്ത്യൻ ഡയസ്പോറ ഉണ്ട് ടു കോൺസെൻട്രേറ്റ് ഓൺ. ഇപ്പോൾ അതാണ് ആദ്യത്തെ പ്ലാൻ. ബട്ട് അതിൻ്റെ അർത്ഥം ഇവിടെ വരില്ല എന്നുള്ളതല്ല. ഇഫ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഓഫ് കോഴ്സ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അതായത് തുടക്കത്തിൽ ഇപ്പോൾ മലയാളി എന്ന് പറയുന്ന ആ പേരും ആ ലോഗോയും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കഥകളി, അതിലൊരു ലാലേട്ടൻ്റെ ഫേസ് റിസംബ്ലൻസ് എന്നൊക്കെ പറയുന്നതായിരുന്നു തുടക്കത്തിൽ. പിന്നീട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ തോന്നുന്നു ഒരു റീബ്രാൻഡിങ്ങിലേക്ക് പോയി. എന്താണ് ഈ റീബ്രാൻഡിങ്ങിൻ്റെ റീസൺ എന്താണ്? അല്ലെങ്കിൽ ഫസ്റ്റ് ആ ലോഗോ, അങ്ങനെ ഒരു ലോഗോ ഫിക്സ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇനീഷ്യലി ലോഗോ ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡ് ആകുമ്പോൾ ഒരു ലോഗോ വേണ്ടേ എന്നുള്ളത് കൊണ്ട് നമ്മൾ മലയാളിന്നും കൂടി പേരിട്ടത് കൊണ്ട് കേരളത്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയിരുന്നത്. അത് റിലേറ്റബിൾ ആയിട്ടുള്ള സിമ്പിൾസ് ഇൻ കേരള. ഒന്ന് കഥകളിയാണ്, പിന്നെ സിനിമ ഇഷ്ടമുള്ളവർക്ക് അറിയുന്നതാണ് റേവൻ ഗ്ലാസ് ആൻഡ് മീശ ലാലേട്ടൻ്റെ. ആൻഡ് നമ്മുടെ ബോട്ടിൽസിൻ്റെ മുകളിലും വി ഹാവ് ദിസ് ലൈൻ, സാധനം കയ്യിലുണ്ടോ എന്നുള്ളത്. അത് ആ ലാംഗ്വേജ് കാണുമ്പോഴും പലരും ചിന്തിക്കുന്നത് ഏത് ഭാഷയാണ് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ടിരുന്നത്.
പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ UK യിലേക്ക് പ്രൊഡക്റ്റ് അയച്ചപ്പോഴാണ് വി ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം റേബൻ ദറ്റ് ആ ഗ്ലാസിൻ്റെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, അത് പേറ്റൻറ്റഡ് ആണ് ഏവിയേറ്റർ. അതായത് പ്രൊഡക്റ്റിൻ്റെ ലോഗോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ആൾക്കാർ ഇട്ടിട്ട് ആ ഫോട്ടോ എടുക്കുന്നു, അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് ലോഗോ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ വി ഹാഡ് ടു ചേഞ്ച്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് നാട്, മലയാളി, കേരളം എന്നിവ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് നമ്മൾ പ്ലേ ചെയ്യുന്നു. അത് വെച്ച് നമ്മൾ ബ്രാൻഡ് ട്രയൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഒരുപാട് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുന്ന ഇൻസൈറ്റ്സ്, മാർക്കറ്റ് ഇൻസൈറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് എടുക്കുവാണല്ലോ. അപ്പോൾ ബോട്ടിൽസ്, നമ്മളുടെ ബോട്ടിൽസ് പല പല എക്സിസ്റ്റിംഗ് ഇന്ത്യൻ ബ്രാൻഡ്സ് ആയാലും ശരി, ഗ്ലോബൽ ബ്രാൻഡ്സ് ആയാലും ശരി, അതിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലോ ഇല്ലെങ്കിൽ ടേബിളിലോ വെക്കുമ്പോൾ ബ്രാൻഡിൻ്റെ പ്രസൻസ് അതെങ്ങനെയുണ്ട്, അത് നമ്മൾ ഫോട്ടോസ് എടുക്കും. പല പല ലൈറ്റ്സിൽ ഡിമാണെങ്കിൽ ഔട്ട്സൈഡ് ഇൻസൈഡ് അതിൻ്റെയൊക്കെ എടുത്ത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുള്ളപ്പോൾ എങ്ങനെയാണ് അതിനെ ആൾക്കാർ പെർസീവ് ചെയ്യുന്നത്, വിസിബിലിറ്റി, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ മലയാളി എന്നുള്ള പേര് ഒരുപാട് ചെറുതായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു എയിം ആ പേര് അറിയില്ലല്ലോ ആൾക്കാർക്ക്. അതിനെ നമ്മൾ കുറച്ചും കൂടിയും നമ്മളുടെ ഗിവൺ കൺസ്ട്രെയിൻസിൽ എങ്ങനെ അതിനെ വലുതാക്കാം, അതൊരു വലിയൊരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി കൊണ്ടുവരണമായിരുന്നു. പിന്നെ ഒരുപാട് എലിമെൻറ്റ്സ് ഉള്ളപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനറ്റ്ലി ലോഞ്ച് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് ചെയ്തു. പിന്നെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്യാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബ്രാൻഡ് റീകോൾ വേണം, മലയാളി ഓർമ്മ വെക്കണം. പിന്നെ നമ്മളുടെ ആ 2-3 പ്രോഡക്റ്റ്സ് ഉള്ളതിന് ആ ഓരോ പ്രോഡക്റ്റും ഇപ്പോൾ ലാഗർ ആണെങ്കിൽ ആ ഒരു യെല്ലോയും നമ്മളുടെ ഗ്രീനും കണ്ട അത് ലാഗറാന്ന് മനസ്സിലാവും, പവറാണെങ്കിൽ റെഡും ബ്ലാക്കും കണ്ട പവറാന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരണം, പ്രോഡക്റ്റ് ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരണം. പക്ഷേ രണ്ടും മലയാളിയുടെ ആണെന്ന് മനസ്സിലാവണം. അങ്ങനെ ഒരുപാട് കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് സ്ലോലി നമ്മളൊരു ഗ്ലോബൽ അപ്രോച്ചിൽ അങ്ങനെ കറന്റ് ബ്രാൻഡിങ്ങിലേക്ക് എത്തിയത്. ഇതിൽ ടാഗ് ലൈൻ വേറെ ഒരു യുഗോ ഐ ആം ദേർ ഗാദാജാം അങ്ങനെ എന്തോ ആയിരുന്നില്ല അല്ലേ? ലാലേട്ടൻ്റെ ഒട്ടുമിക്ക എല്ലാം ഞങ്ങൾ കോപ്പി അതിവിടെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ മോറോലെസ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂല് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മെയിൻ ടാഗ് ലൈൻ നമ്മൾ സെലിബ്രേറ്റിംഗ് ലൈഫ് എന്നുള്ള ടാഗ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മലയാളി ഈസ് എൻ ഇമോഷൻ അല്ലെങ്കിൽ മലയാളി എൻ ഇമോഷൻ, അങ്ങനെ 2-3 നമ്മൾ ടാഗ് ലൈൻസ് വേറെ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പോസ്റ്റേഴ്സോ ഇല്ലെങ്കിൽ സ്റ്റാൻഡീസോ ഒക്കെ ചെയ്യുമ്പോൾ സെൻട്രൽ ആയിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും സെലിബ്രേറ്റിംഗ് ലൈഫ് ആയിരിക്കും. അതിൻ്റെയും എഗെയിൻ പോയിന്റ് ഇതാണ്, മലയാളീസ് ഹൂ ബെറ്റർ നോസ് ടു സെലിബ്രേറ്റ് ലൈഫ് എന്നുള്ളൊരു ആ ഒരു നമ്മൾ ഇപ്പോൾ മഴയായാലും സന്തോഷത്തിലാണ്, വെയിലായാലും നമ്മൾ ആഘോഷിക്കുന്നു, സാറ്റർഡേ ആഘോഷിക്കും, സൺഡേ ആയാലും മൺഡേ ആഘോഷിക്കുന്നു. ആഘോഷങ്ങൾക്ക് വേണ്ടി കാരണങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന് നമ്മൾ ജീവിതത്തിന്റെ ഡെയിലി നമ്മൾ ഫീൽ ചെയ്യുന്നത് തന്നെ ബ്രാൻഡിലേക്ക് എടുക്കുന്നു. ഓക്കെ, യക്ഷിയെ കുറിച്ച് പറയൂ. ആ സിംഗിൾ മോൾട്ട് വോഡ്ക എന്ന് പറയുന്നത്, ഡിസ്റ്റിൽ ചെയ്ത വോഡ്ക എന്ന് പറയുന്നത്, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ്. പിന്നെ ആസ് മലയാളി എന്ന് ബ്രാൻഡ് ചെയ്ത പോലെ തന്നെ വോഡ്കയ്ക്ക് എന്തൊരു നെയിമിങ് കൊടുക്കും എന്നുള്ളപ്പം ഞങ്ങൾ രണ്ടുപേരും പാലക്കാടുകാരാണ്. ആൻഡ് ഹി ലിവ്സ് നിയർ എ മൗണ്ടൻ, മറ്റേ ക്രാക്കോവില സൈഡിൽ. ആൻഡ് ഇവിടെ നമ്മുടെ സഹ്യാദ്രി മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പാലക്കാട് എന്നുള്ള ആസൻസ് നോക്കുമ്പം ആ യക്ഷി എന്നുള്ള സ്കൾപ്ചർ ഓർമ്മ വരും, മലമ്പുഴ എന്നുള്ളത്. ആൻഡ് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിയറിൽ നിന്ന് ആൽക്കഹോൾ മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്ത് ഒന്നുമില്ല. അപ്പോൾ ടെക്നിക്കലി ബിയറിൻ്റെ ആവാഹിച്ചെടുക്കുകയാണല്ലോ, ആവാഹിച്ചെടുത്ത് കുപ്പിയിലാക്കുന്ന സ്പിരിറ്റ് എന്നുള്ളതാണ് ആ യക്ഷി എന്നുള്ള പേരിലേക്ക് എത്തിയത്. ഇതിന്റെ സോളാണല്ലോ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബിയറിന്റെ സോൾ എടുത്ത് നമ്മൾ കുപ്പിയിലാക്കുന്നു, അപ്പൊ അത് യക്ഷിയായി മാറുന്നു. ഇപ്പൊ യക്ഷി എന്ന് പറയുന്നത് നേച്ചർ സ്പിരിറ്റ് ആണ്. അപ്പൊ രണ്ടും സ്പിരിറ്റ് ആണ്. അല്ല, ഈ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, എത്ര സമയം എടുക്കും ഇതിന്? ഇപ്പൊ മലയാളി എന്നുള്ള പേരാണെങ്കിലും ശരി, ഈ യക്ഷി എന്നുള്ള പേരാണെങ്കിലും ശരി, ഇതിന് വരുന്ന ടാഗ് ലൈൻ, ലാലേട്ടൻ റെഫറൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രിയേറ്റീവാണ്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ? മലയാളികൾ ക്രിയേറ്റീവ് ആണല്ലോ. അത് ഇപ്പോൾ സിനിമ എടുത്താൽ തന്നെ അതിലുള്ള പല ഡയലോഗ്സും എല്ലാം നോക്കുമ്പോഴും ഇന്നും എവർഗ്രീൻ ആയിട്ട് ഓടുന്നത് പഴയ കുറേ ഡയലോഗുകളും കാര്യങ്ങളുമാണ്. ആ ക്രിയേറ്റിവിറ്റി ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയ നമ്മൾ കേൾക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അതൊരു വേ, ഇല്ലെങ്കിൽ നമ്മൾ ഐഡിയ ബിൽഡ് ചെയ്യാം. അപ്പം പൊതുവേ നമ്മൾ ഈ സെക്കൻഡ് റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ കേട്ടാലും അത് നമ്മുടെ അല്ല, വേറൊരാളുടെ ആണ്, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെ അല്ല, വേറെ എവിടെ നിന്നോ കേട്ട ഐഡിയ ആണെങ്കിലും നമ്മൾ അതിനെ എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വാട്ട് ക്യാൻ വി ഡു, അതിനെ ഈ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ബ്രാൻഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അതോ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല നമ്മൾ അതിനെ ഓൾറെഡി 10 ഡിഫറെൻറ്റ് റൂട്ട്സിൽ കൂടെ ആലോചിച്ച് ആ പ്രോസസ്സ് എപ്പോഴും പൊതുവെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ
പൊതുവെ ഭയക്കുന്നില്ല എന്തെങ്കിലും റിസ്ക് എടുക്കാൻ. ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് സോഫ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഏപ്രിൽ ഫുൾ ഒരു പ്രാവശ്യം 2 years ago മലയാളിയുടെ ഒരു ബിയർ ഫ്ലേവേർഡ് കോണ്ടം കോൺട്രസെപ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫുളിന് ഒരു ദിവസം മുന്നേ റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോറി ചെയ്തായിരുന്നു. അത് നമുക്ക് ഓർഡർ വന്നു, ഒരുപാട് ഓർഡർ വന്നു. എന്താ ചെയ്തത്? ഇല്ല, നെക്സ്റ്റ് ഡേ നമ്മളൊരു ചെറിയൊരു സർപ്രൈസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഇട്ടത്. പിന്നെ അതിന് ശേഷം ഈ കോൺട്രസെപ്റ്റീവിന്റെ ഇമേജ് ഇട്ടു. അപ്പോൾ ആൾക്കാർ ഓർഡർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഏപ്രിൽ ഫുൾ നമ്മൾ പറഞ്ഞു ഇത് താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റിനും സപ്പോർട്ടിനും ഒക്കെ. പക്ഷേ ഇത് ഏപ്രിൽ ഫുൾ ആണ്, മേ ബി സം ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ക്രിറ്റിസിസം വന്നില്ല അപ്പോൾ? അല്ല, അത് എപ്പോഴും ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല. പക്ഷെ പൊതുവെ മെജോറിറ്റി സപ്പോർട്ടേഴ്സ് ആണ്. ആണല്ലേ? എന്നാലും ഈ ചിന്ത ഈ ബിസിനസിന്റെ തിരക്കിന്റെ ഇടയിലൊക്കെ ഇത്ര ക്രിയേറ്റീവായിട്ട് ആടത്ത് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറയണത് നമ്മള് അതിങ്ങനെ എന്താ പറയാ, സംഭവിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ മാർക്കറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമെന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിലിപ്പം ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഏപ്രിൽ ഫുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു ഫണ്ണി പരിപാടി ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിൽ, മലയാളിയുടെ ഒരു ബോട്ടിൽ കാണുന്ന സമയത്ത് ഇത് പിക്ക് ചെയ്യണമെന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ എന്താ നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും? അതിന് പ്രത്യേകിച്ച് ഒരു റീസണിങ് ഇല്ല. ഒന്നിപ്പോൾ എല്ലാവരും ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുക്കുന്നവരുണ്ടാവാം, മലയാളി എന്ന് അറിയാത്തവർ. പക്ഷേ ഈ മലയാളി എന്നുള്ള വേർഡ് അറിയുന്ന ഇത്രയും ആൾക്കാർ ലോകത്തുള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്, ക്യൂരിയോസിറ്റിക്ക് പോകുന്നത്. പിന്നെ കൂടുതലും ഇപ്പം പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പല കമ്പനീസും പലതും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കോൺടെസ്റ്റിനുള്ള QR കോഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള വല്ല ലെറ്ററിങ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 17 രാജ്യങ്ങൾ അപ്പാർട്ട് ഫ്രം ഇന്ത്യ. അപ്പോൾ അവിടെയൊക്കെ വിൽക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട്, ടെക്നിക്കലി ബിയർ ബോട്ടിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാൻ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിലുള്ള സ്പേസ് ഹൗ ക്യാൻ വി യൂസ് ഇറ്റ് ഫോർ അഡ്വർടൈസിങ്? ഫ്യൂച്ചറിലേക്കുള്ള പോസിബിലിറ്റിയാണ്. വി മൈറ്റ് സെൽ ദ സ്പേസ് ഫോർ അഡ്വർടൈസിങ്. പക്ഷെ അതിന് ഇനീഷ്യലി നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പം ഞങ്ങളുടെ ക്യാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു QR കോഡ് ഉണ്ട്. ടെക്നിക്കലി എല്ലാ കമ്പനീസിനും QR കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കായിരിക്കാം അല്ലെങ്കിൽ വെബ് പേജിലേക്കായിരിക്കാം. ഞങ്ങളുടെ ഇറ്റ് ഗോസ് ഇൻ ടു കേരള ടൂറിസം. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിച്ചിട്ടോ പെർമിഷൻ എടുത്തിട്ടോ സർക്കാരോട് പറഞ്ഞിട്ടോ അല്ല. ഞങ്ങൾ സ്വമേധയെ ചിന്തിച്ചിട്ട് വൈ കാണ്ട് വി പ്രൊമോട്ട് കേരള, അല്ലെങ്കിൽ വി പ്രൊമോട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഓൺ ദ ഗോ. ബിക്കോസ് അവിടെ യൂറോപ്പിലായാലും ബാക്കി സ്ഥലത്ത് വിൽക്കുമ്പോഴും ഒരു നോൺ ഇന്ത്യൻ ആണ് എടുക്കുന്നത് യൂഷ്വലി ബിയർ എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ആ സ്പേസ് നമ്മുടെ രാജ്യം പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തുകൂടാ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ഡു. ഓക്കെ, ഒരു ബ്രില്യൻ തോട്ടാണ്. സോ എന്താണ് ഫ്യൂച്ചർ, മലയാളി ബിയറിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഇസ് എക്സ്പാൻഷൻസ്. ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എത്ര സ്ഥലത്തേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, ആൻഡ് അറ്റ് ദാറ്റ് പേസ് വിൽ ട്രൈ ടു ഡു ദാറ്റ്. പിന്നെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ 18+ പ്രൊഡക്ട്സ് ആണ്. ഇനി അണ്ടർ 18 പ്രൊഡക്റ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അത് നോക്കണം. പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒരു 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രിങ്ക് വിച്ച് ഡസൻറ്റ് ഹാവ് കഫീൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ എനർജി ഡ്രിങ്ക് ടൈപ്പ് അല്ലാത്തത്. സോ ദാറ്റ്സ് എ പ്ലാൻ നൗ. ഒരു ഹെൽത്തി ഡ്രിങ്ക് പോലെ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ മലയാളി ബിയർ പടർന്ന് പന്തലിക്കട്ടെ. ഓൾ ഓവർ കേരളയിലും അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.